ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാഹനത്തിലെ മിററുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. വാഹനം ഓടിക്കുന്ന ആളിൻ്റെ മൂന്നാം കണ്ണെന്ന് പറയുന്നത് ഈ കാണുന്ന മിററാണ്. ഡ്രൈവർ പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് ഇത്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ മിറർ നമ്മുടെ സ്വന്തം കണ്ണുപോലെ പരിപാലിക്കണം എന്നതാണ്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഈ മിററിന് പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഈ മിററിലൂടെ ഒരുപാട് ഗുണങ്ങളാണ് ഡ്രൈവിങ്ങിന് ലഭിക്കുന്നത്. മിറർ സെറ്റ് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. 25% വാഹനത്തിലെ ബോഡി കാണാൻ കഴിയുന്ന രീതിയിലും 75% റോഡും കാണുന്ന വിധത്തിലായിരിക്കണം ഈ മിറർ സിസ്റ്റം സെറ്റ് ചെയ്യേണ്ടത്. ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് മുകളിലേക്കും താഴേക്കും പോകാതെ സ്ട്രെയിറ്റ് ലൈനിലായിരിക്കണം ഇത് സെറ്റ് ചെയ്യേണ്ടത്. ഈ സെൻട്രൽ മിറർ പുറകുവശം വ്യക്തമായി കാണാൻ പറ്റുന്ന രീതിയിലും സെറ്റ് ചെയ്യണം. ഇതാണ് ശരിയായ രീതി. ഇങ്ങനെ മിററിലൂടെ ഒരുപാട് ഗുണങ്ങളാണ് ഡ്രൈവിങ്ങിന് ലഭിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ പാർക്കിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഞാൻ ചെറിയൊരു വീഡിയോയും കൂടെ ഇതിൽ ഉൾപ്പെടുത്തി കാണിച്ചു തരാം. പിന്നെ മറ്റൊന്നാണ് ഈ ഓവർടേക്കിങ്ങിനുള്ള അനുവാദം നമുക്ക് ഇലക്ട്രിക്കൽ സിഗ്നലിലൂടെ കൊടുക്കാൻ കഴിയില്ല. അതിന് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് മിററാണ്. ഇങ്ങനെ ഓവർടേക്ക് ചെയ്യാനുള്ളത് നമുക്ക് മിററിലൂടെ കൃത്യമായിട്ട് കാണാനും വാഹനം കടത്തിവിടാനായിട്ട് നമുക്ക് സൈഡ് കൊടുക്കാനൊക്കെ കഴിയുന്നതാണ്. ഇങ്ങനെ 1-2 കാര്യങ്ങൾ മാത്രമല്ല, ഒരുപാട് ഗുണങ്ങളാണ് ഈ മിറർ മൂന്നാം കണ്ണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിറർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഈ രീതികളെല്ലാം മനസ്സിലാക്കി ഡ്രൈവ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. Okay, bye.